മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായി തുടരവേ പ്രതികരണവുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എത്തി. ഇറാനെതിരെ ഭീഷണി വേണ്ടെന്ന് ഖമേനി തുറന്നടിച്ചു. ഇറാനെ ഭയപ്പെടുത്തി ലക്ഷ്യം നേടാമെന്ന് US കരുതേണ്ടെന്നും ഖമേനി വ്യക്തമാക്കി. ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണവും ശക്തമായ തിരിച്ചടി കൊണ്ട് നേരിടുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി. ഇറാനല്ല സംഘർഷത്തിന് തുടക്കമിട്ടത്, എന്നാൽ പ്രകോപിപ്പിച്ചാൽ നേരിടുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ സംയുക്ത സൈനികാക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ചർച്ച നടത്തും. ഇതിനായി ഇസ്രായേൽ പ്രതിനിധി അടുത്ത ആഴ്ച തന്നെ വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ട്രംപ് അധികാരമേറ്റതിനു ശേഷം US ഇസ്രായേൽ സ്ട്രാറ്റജിക് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പിന്റെ ആദ്യ യോഗമാണിത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള US ഇസ്രായേൽ ചർച്ചയ്ക്കുള്ള ഉന്നതാധികാര യോഗമായിരിക്കും ഇത്. നെതന്യാഹുവിന്റെ ഉപദേഷ്ടാവും യുദ്ധകാര്യമന്ത്രിയുമായ റോൺ ഡെർമറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹാനക്ബിയുമായിരിക്കും ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നയിക്കുക. ദേശീയ സുരക്ഷാ കൗൺസിൽ, സൈന്യം, മൊസാദ്, വിദേശകാര്യ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ആണവോർജ കമ്മീഷൻ എന്നിവയിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധികളും പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് നയിക്കുന്ന US സംഘത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, പെന്റഗൺ, US ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്ന സൂചനയാണ് പുതിയ റിപ്പോർട്ട് നൽകുന്നത്. ഹമാസ്, ഇസ്രായേൽ, അമേരിക്ക സംഘർഷങ്ങൾക്കിടയിലേക്കാണ് ഇറാൻ കൂടി കടന്നു വരുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇറാനെതിരായ പോർമുഖം ശക്തിപ്പെടുത്താനുള്ള അമേരിക്കൻ നീക്കത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ US ചർച്ച. പുതിയ ആണവ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ ഏകപക്ഷീയ നീക്കത്തെ ഇറാൻ തള്ളുകയും ചെയ്തിരുന്നു. ഇറാനുമായി അനുരഞ്ജനത്തിനെത്താൻ സാധ്യതയില്ലെന്ന നിഗമനമാണ് ഭാവി തന്ത്രങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അമേരിക്കയിൽ ഉണ്ടാക്കിയത്. ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാന്റെ ആണവ പദ്ധതിയിൽ സൈനിക ആക്രമണങ്ങൾ നടത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാര്യങ്ങൾ സൈനിക ശക്തിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ സംയുക്ത നടപടി വേണം. ഇതായിരിക്കും വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയുടെ അജണ്ടയെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിന് ഇതുവരെ തീരുമാനമെടുക്കാനായിട്ടില്ല. ആക്രമണത്തിന്റെ സ്വഭാവം ഏത് രീതിയിലായിരിക്കണമെന്നതിൽ യുദ്ധകാല ക്യാബിനറ്റിൽ തീരുമാനമായില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ ഒന്നിലധികം കേന്ദ്രങ്ങളെ ലക്ഷ്യമിടേണ്ടതുണ്ട്. ചില കേന്ദ്രങ്ങൾ ഭൂഗർഭ ബങ്കറുകളിലാണ്. പെട്ടെന്ന് പുനർനിർമ്മിക്കുന്നത് അടക്കം സമഗ്രമായ ആക്രമണമായിരിക്കണം ഇറാനെതിരെ നടത്തേണ്ടതെന്നും ഇസ്രായേൽ അനലിസ്റ്റുകൾ പറയുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ സങ്കീർണത കണക്കിലെടുക്കുമ്പോൾ US സൈനിക പിന്തുണ ആവശ്യമാണെന്നും സൈനിക വിദഗ്ധർ പറയുന്നു. അതേസമയം ഇറാനും തയ്യാറെടുപ്പിലാണെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇസ്രായേലിനെ തങ്ങൾ ആക്രമിക്കുന്നത് ആദ്യം തന്നെ തടയാൻ ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക ആക്രമണം നടത്താനുള്ള സാധ്യത ഇറാനിയൻ സേനയായ ദി റവല്യൂഷണറി ഗാർഡ്സും കണക്കുകൂട്ടുന്നുണ്ട്.